സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 29/12/2023 ഗസറ്റ് വിജ്ഞാപന പ്രകാരം കാറ്റഗറി നമ്പർ 566/2023 മുതൽ കാറ്റഗറി നമ്പർ 624/2023 വരെ 58 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 31/1/2024 ഏതൊക്കെ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പഞ്ചകർമ്മ കാറ്റഗറി നമ്പർ 566/2023. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ENT കാറ്റഗറി നമ്പർ 567/2023. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കാറ്റഗറി നമ്പർ 568/2023. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിടെക്ചറൽ വിങ്ങിലേക്ക് ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 569/2023. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിസർച്ച് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി കാറ്റഗറി നമ്പർ 570/2023. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ERA ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാറ്റഗറി നമ്പർ 571/2023. വിജ്ഞാപനത്തിലെ വിശദാംശം ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 571/2023. വകുപ്പ് തദ്ദേശ സ്വയംഭരണ ERA വകുപ്പ്. ഉദ്യോഗപ്പേര് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ശമ്പളം 51,400 മുതൽ 1,10,300 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. സംസ്ഥാന തലം. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-നും 36-നും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 2/1/1987-നും 1/1/2005-നും 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. അതായത് 2/1/1987-നും 1/1/2005-നും മധ്യേ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് അനുവദനീയമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ ഉള്ള ബിരുദം. പ്രൊബേഷൻ ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഏതൊരാളും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷക്കാല സേവനത്തിനിടയിൽ ആകെ 2 വർഷക്കാലം പ്രൊബേഷനിൽ ആയിരിക്കും. അപേക്ഷ അയക്കേണ്ട രീതി ഓൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 31/1/2024. അടുത്തതായി പോലീസ്. കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി നമ്പർ 572/2023 മുതൽ 574/2023 വരെ. വിജ്ഞാപനത്തിൻ്റെ വിശദാംശം ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 572/2023 മുതൽ 574/2023 വരെ. വകുപ്പ് പോലീസ് കേരള സിവിൽ പോലീസ്. ഉദ്യോഗപ്പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി. വനിതകൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ശമ്പളം 45,600 മുതൽ 95,600 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. നിയമന രീതി നേരിട്ടുള്ള നിയമനം. കാറ്റഗറി നമ്പർ 572/2023
ഓപ്പൺ മാർക്കറ്റ്. കാറ്റഗറി നമ്പർ 573/2023 പോലീസിലെയും വിജിലൻസിലെയും ബിരുദധാരികളായ മിനിസ്റ്റീരിയൽ ജീവനക്കാർ, ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്, ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നിവരിൽ നിന്നും ഉദ്യോഗസ്ഥർ പോലീസ് വിജിലൻസ് വകുപ്പിൽ 2 വർഷത്തെ സേവനം പൂർത്തീകരിച്ചിരിക്കണം. കാറ്റഗറി 574/2023 പോലീസ് വിജിലൻസ് വകുപ്പുകളിലെ ബിരുദധാരികളായ പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, വകുപ്പുകളിൽ സമാന തസ്തികയിൽ ജോലി നോക്കുന്നവർ എന്നിവരിൽ നിന്നും പ്രായപരിധി ഓപ്പൺ വിഭാഗം 20 വയസ്സിനും 31 വയസ്സിനും മധ്യേ. കാറ്റഗറി 2 മിനിസ്റ്റീരിയൽ വിഭാഗം 36 വയസ്സ് തികയുവാൻ പാടില്ല. കാറ്റഗറി 3 കോൺസ്റ്റാബുലറി വിഭാഗം 36 വയസ്സ് തികയുവാൻ പാടില്ല. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യതകൾ ബിരുദം. കാറ്റഗറി 1 പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഇൻ്റർമീഡിയറ്റോ പ്രീ യൂണിവേഴ്സിറ്റിയോ പാസ്സായ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾക്ക് അവർക്ക് സംവരണം ചെയ്തിട്ടുള്ള കോട്ട തികയ്ക്കുന്നതിനായി മാത്രം പരിഗണിക്കുന്നതായിരിക്കും. ശാരീരിക യോഗ്യതകൾ പറയുന്നുണ്ട്. ഉയരം 165.10 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് 81.28 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് വികാസം 5.08 സെൻറ്റിമീറ്റർ. വനിതകൾക്കാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഉയരം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 155 സെൻറ്റിമീറ്റർ. കാഴ്ചശക്തി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. കായികക്ഷമത പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷക്കാലം പോലീസ് ട്രെയിനിങ് കോളേജുകളിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 31/1/2024. അടുത്തതായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്. കാറ്റഗറി നമ്പർ 575/2023 മുതൽ 576/2023 വരെ. വിജ്ഞാപനത്തിലെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 575/2023 മുതൽ 576/2023 വരെ. വകുപ്പ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ. ഉദ്യോഗപ്പേര് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്. വനിതകളും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹരല്ല. ശമ്പളം 45,600 മുതൽ 95,600 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. നിയമന രീതി നേരിട്ടുള്ള നിയമനം. കാറ്റഗറി നമ്പർ 575/2023 ഓപ്പൺ മാർക്കറ്റ്. കാറ്റഗറി നമ്പർ 576/2023 കോൺസ്റ്റാബുലറി. ബിരുദധാരികളായ പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, പോലീസ് വിജിലൻസ് എന്നീ വകുപ്പുകളിലെ തത്തുല്യ റാങ്കുള്ള ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 20-നും 31-നും മധ്യേ. പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക്
നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാറ്റഗറി 2 കോൺസ്റ്റാബുലറി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 20-നും 36-നും മധ്യേ. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത ബിരുദധാരിയായിരിക്കണം. ശാരീരിക യോഗ്യത: ഉയരം 167 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ, കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ വികാസം വേണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 160 സെൻറ്റിമീറ്ററും 76 സെൻറ്റിമീറ്റർ നെഞ്ചളവും ഉണ്ടായിരിക്കണം. എന്നാൽ നെഞ്ചളവ് വികാസം ഏറ്റവും കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ. കാഴ്ചശക്തി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. കായികക്ഷമതാ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. പ്രൊബേഷൻ: ട്രെയിനിങ് പൂർത്തിയാക്കിയതിനു ശേഷം നിയമിക്കപ്പെടുന്നവർ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 31/1/2024 അടുത്തതായി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 577/2023. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നീഷ്യൻ ഫാർമസി കാറ്റഗറി നമ്പർ 578/2023. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അസിസ്റ്റൻറ്റ് കന്നഡ നോയിങ് കാറ്റഗറി നമ്പർ 579/2023. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സെറോളജിക്കൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 580/2023. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ് ഡയാലിസിസ് കാറ്റഗറി നമ്പർ 581/2023. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 582/2023. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ് മെൻ ഓൺലി കാറ്റഗറി നമ്പർ 583/2023. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വിമൻ പോലീസ് ബറ്റാലിയൻ കാറ്റഗറി നമ്പർ 584/2023. വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 584/2023. വകുപ്പ് കേരള പോലീസ്. ഉദ്യോഗപ്പേര് വനിതാ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വനിതാ പോലീസ് ബറ്റാലിയൻ. കുറിപ്പ്: ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും പുരുഷ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ശമ്പളം 31,100 മുതൽ 66,800 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. നിയമന രീതി നേരിട്ടുള്ള നിയമനം. സംസ്ഥാനതലം. പ്രായപരിധി 18-നും 26-നും മധ്യേ. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി +2 പരീക്ഷ പാസ്സായിരിക്കണം. ശാരീരിക യോഗ്യത: ഉയരം കുറഞ്ഞത് 157 സെൻറ്റിമീറ്റർ. കാഴ്ചശക്തി തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് 1 സ്റ്റാർ നിലവാരത്തിലുള്ള 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 31/1/2024. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പഞ്ചകർമ്മ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 585/2023.
അടുത്തതായി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഷ കാറ്റഗറി നമ്പർ 586/2023. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസേഴ്സ് എന്നിവിടങ്ങളിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് കാറ്റഗറി നമ്പർ 587/2023. വിജ്ഞാപനത്തിലെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 587/2023. വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്. ഉദ്യോഗ പേര് ഓഫീസ് അറ്റൻഡന്റ്. ശമ്പള നിരക്ക് 23,000, 50,200. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-നും 36-നും മധ്യേ. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗം, വിധവകൾ എന്നിവർക്ക് നിയമാനുസൃത ഇളവുണ്ടായിരിക്കുന്നതാണ്. യോഗ്യതകൾ: SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺ ടൈം രജിസ്ട്രേഷൻ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 31/1/2024. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ 588/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ 589/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ 590/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ 591/2023. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 592/2023. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ കാറ്റഗറി നമ്പർ 593/2023. വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 593/2023. വകുപ്പ് കേരള പോലീസ്. ഉദ്യോഗ പേര് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ശമ്പളം 31,100 മുതൽ 66,800 വരെ. ഒഴിവുകളുടെ എണ്ണം തിരുവനന്തപുരം SAP, പത്തനംതിട്ട KAP 3rd, ഇടുക്കി KAP 5, എറണാകുളം KAP 1st, തൃശ്ശൂർ KAP 2nd, മലപ്പുറം MSP, കാസർഗോഡ് KAP 4. പ്രതീക്ഷിത ഒഴിവുകൾ. നിയമന രീതി നേരിട്ടുള്ള നിയമനം ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ. പ്രായപരിധി 18-നും 26-നും മധ്യേ. ഉയർന്ന പ്രായപരിധി മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 29 വയസ്സ്, SC/ST വിഭാഗക്കാർക്ക് 31 വയസ്സ്, വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് 41 വയസ്സ്. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി +2 പരീക്ഷ വിജയിച്ചിരിക്കണം. ശാരീരിക യോഗ്യത: ഉയരം 168 സെൻറ്റിമീറ്റർ, നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണം. കാഴ്ചശക്തി തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കായികക്ഷമതാ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 31/1/2024.
ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസസ്, ആയുർവേദ കോളേജസ് എന്നിവിടങ്ങളിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ കാറ്റഗറി നമ്പർ 594/2023. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്, പോൾട്രി അസിസ്റ്റന്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ കാറ്റഗറി നമ്പർ 595/2023. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ്, പോൾട്രി അസിസ്റ്റന്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 596/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 597/2023. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പാർട്ട് ഫസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ 598/2023. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പാർട്ട് സെക്കൻഡ് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ 599/2023. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേസർ കാറ്റഗറി നമ്പർ 600/2023. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയ കാറ്റഗറി നമ്പർ 601/2023. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഫിസിക്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി കാറ്റഗറി നമ്പർ 602/2023. പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്ക് അസിസ്റ്റന്റ് മറൈൻ സർവേയർ 11th NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 603/2023. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ 3rd NCA ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 604/2023. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ അറബിക് 12th NCA SC ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 605/2023 ആൻഡ് 606/2023. പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓഫ്സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡ് ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 607/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം സെക്കൻഡ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 608/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം ഫസ്റ്റ് NCA ധീവര വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 609/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് NCA SCCC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 610/2023. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഫസ്റ്റ് NCA ഈഴവ തീയ ബില്ലവ വിശ്വകർമ്മ എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 611/2023, 612/2023. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് മുനിസിപ്പൽ കോമൺ സർവീസ് എന്നിവിടങ്ങളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് സെക്കൻഡ് ഫസ്റ്റ് NCA മുസ്ലിം SIUC നാടാർ ഹിന്ദു നാടാർ ധീവര വിശ്വകർമ്മ SCCC എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 613/2023 മുതൽ 618/2023 വരെ. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് പോൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ എന്യൂമറേറ്റർ ഫസ്റ്റ് NCA ധീവര ഹിന്ദു നാടാർ എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 619/2023 മുതൽ 620/2023 വരെ. ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കുക്ക് NCA ധീവര LC/AI മുസ്ലിം എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 621/2023 മുതൽ 623/2023 വരെ. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയ സെക്കൻഡ് NCA ധീവര വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 624/2023. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.